വേടൻ്റെ പരിപാടിയിൽ അന്ന് സംഭവിച്ചതെന്ന് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഞാനെത്തുന്നത് കറക്റ്റ് അന്ന് രാത്രി 8:30 മണിക്കാണ് അവിടെ എത്തുന്നത്. ഒരു 6 മണിക്ക് ഞാൻ അവിടെ ചെന്നിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ എത്തുന്നത് 8:30 മണിക്കാണ്. വൈകുന്നേരത്ത് അദ്ദേഹം ഒരു 5 മണിക്കുള്ളിൽ ഇവിടെ എത്തുകയും അതുപോലെ തന്നെ ഈ മൈക്ക് ചെക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം കാണികളോട് ഇങ്ങനെ പറയുകയുണ്ടായി. രാത്രി അവിടെ കാത്തിരിക്കും ഈ ചെളിയിൽ എന്താ സംഘാടകർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇദ്ദേഹം വന്ന മൈക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ ടെക്നീഷ്യന് ഷോക്ക് ഏൽക്കുകയും അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം എന്തുകൊണ്ട് വേടൻ അവിടെ വന്ന് മൈക്ക് ചെക്ക് ചെയ്തു, അതുപോലെ തന്നെ 8:30 മണിക്കുള്ള പരിപാടി എന്ന് കാണികളോട് പറയുന്നുണ്ട്, അതൊക്കെ എന്തിനാണിരുന്നു എന്ന് സംഘാടകർ ചോദിക്കുന്നുണ്ട്. 8-ാം തീയതി 4:30 മുന്നെയാണ്. 4 മണിക്കും 4:30ക്കും ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് വേടൻ സ്റ്റേജിൽ വന്ന് സൗണ്ട് ചെക്ക് ചെയ്യുന്നതിന് നിമിഷങ്ങൾക്ക് മുന്നേ, വേടൻ ഇവിടെ വരുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുന്നാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് അതിന് ശേഷമെങ്കിലും അദ്ദേഹത്തിന് പറയാമായിരുന്നു പരിപാടി നടക്കില്ല എന്ന്. ഒരു 6 മണിക്കുള്ളിലോ 7 മണിക്കുള്ളിലെങ്കിലും പറയാമായിരുന്നു പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനു മുമ്പ് തന്നെ പരിപാടി ക്യാൻസൽ ചെയ്യാമായിരുന്നു എന്നാണ് സംഘാടകർ പറയുന്നത്. മരിച്ച ലിജു വേടൻ്റെ ടെക്നീഷ്യനായിരുന്നു. വേടൻ്റെ ടെക്നീഷ്യൻ അല്ല, അത് ഈ പറയുന്ന ഞങ്ങൾക്കൊരു 10 LED വാളിലേക്ക് ഞങ്ങളൊരു 10 പരസ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10,000 രൂപ റേഞ്ച് വരുന്ന 10 പരസ്യം, 1 മിനിറ്റിന് 1.5 മിനിറ്റിനകത്ത് നിൽക്കുന്ന 10 പരസ്യം, അത് പ്രദർശിപ്പിക്കാനും LED നമ്മളെ ഈ പ്രോഗ്രാം ലൈവായിട്ട് ബാക്കിൽ നിൽക്കുന്ന ഓഡിയൻസിന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളായിട്ട് ലൈവ് ദിലീപ് മീഡിയ എന്ന് പറയുന്നൊരു ടീമിന് ഞങ്ങളത് കൈമാറുകയും പുള്ളി വിളിച്ചിട്ട് പുള്ളിയുടെ സുഹൃത്തോ അല്ലെങ്കിൽ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പുള്ളിയുടെ സുഹൃത്താണ്. പുള്ളിയുടെ പല വർക്കുകളും ഇതാണൊക്കെ അവർ അമ്പലപ്പറമ്പുകളിലും കല്യാണ വർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന അവർ തമ്മിലുള്ളൊരു കണക്ഷൻ വെച്ചിട്ട് വന്നതാണ് ഈ പറയുന്ന ലിജു എന്ന് പറയുന്ന ചേട്ടൻ. സത്യം പറഞ്ഞാൽ അവിടെ നടന്ന എന്താണ് എന്ന് പോലും അറിയാതെ സോഷ്യൽ മീഡിയ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാനും, അതുപോലെ കുറേ യൂട്യൂബർമാർ ചുമ്മാ വീഡിയോ ഇടുകയാണ്. ഒരാൾ മരിച്ചിട്ട് പോലും നിങ്ങളത് മനസ്സിലാക്കാതെ അവിടെ നിൽക്കുന്ന പ്രേക്ഷകർ ചെളിവാരി എറിഞ്ഞെന്ന് പറയും. അപ്പോൾ അവർ ചെളിവാരി എറിഞ്ഞത് തെറ്റാണ്, അതൊരിക്കലും ശരിയല്ല. പക്ഷേ അവർ മനസ്സിലാക്കിയിട്ടല്ല, സത്യത്തിൽ അവരറിയുന്നില്ല ഇങ്ങനൊരു മരണം നടന്നതായിട്ട്. അവിടെയുള്ള ആ സ്റ്റേജിന് മുമ്പിലുള്ള ഒരുപാട് പേര് അത് അറിഞ്ഞിട്ടില്ല. ഈ 8:30 മണിക്ക് ഞാൻ എത്തുമ്പോൾ, ഞാൻ വരുന്ന വഴിക്ക് എന്നെ ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ അവരാണ് എൻ്റെ അടുത്ത് എന്നെ പറയുന്നത് ഇങ്ങനെ. അപ്പോഴാണ് ഞാൻ തന്നെ മൊബൈലിൽ കയറി ഈ യൂട്യൂബിലൊക്കെ ചാനലിൽ നോക്കുന്ന സമയത്ത് ഈ മരണ വാർത്ത ഞാൻ തന്നെ അറിയുന്നത്. വേടനെ കാണാൻ വേണ്ടി അവിടെ സത്യം പറഞ്ഞാൽ നേരത്തെ തന്നെ അവിടെ തടിച്ചു കൂടിയ യുവാക്കളുണ്ട്, യുവാക്കളുണ്ട്, അതുപോലെ തന്നെ പ്രായമായ ആൾക്കാരുണ്ട്. അവരാരും സത്യത്തിൽ ഇത് അറിയുന്നില്ല, ഈ സംഭവം, ഈ മരണം നടക്കുന്നതും. അതുപോലെ ഒരു 6-7 മണി തൊട്ട് എനിക്ക് തോന്നുന്നു 7 മണിക്ക് ഞാൻ അവിടെ ചെന്നിരുന്നു. അതിനുശേഷം ഞാൻ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ 8:30 മണിക്കാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പോൾ 7 മണിക്കോ 6 മണി തൊട്ട് നല്ല ആളായി ആ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഈ നെറ്റ്വർക്കൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇൻ്റർനെറ്റ് പോലും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത് എൻ്റെ ഫോണിലൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പം ചാനൽ വാർത്തകളോ അല്ലെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന ഇതൊക്കെ മരിച്ച വാർത്തകളൊന്നും അവിടെ ഉള്ള ആൾക്കാർ അറിയാമായിരുന്നു. സംഘാടകരൊഴികെ വേറെ ആരും അറിഞ്ഞില്ല. ഒരു 9-9:30 മണിയോടുകൂടി എനിക്ക് തോന്നുന്നു പരിപാടി നടക്കില്ല എന്ന് കൺഫേം ആയി തുടങ്ങി. ആ സമയത്താണ് സ്റ്റേജിൽ DJ സ്റ്റാർട്ട് ചെയ്തത്. ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ ക്ഷമ കൂടുതലും കടന്നുപോയി. കാരണം അവർക്കത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ സമയം എനിക്ക് തോന്നുന്നു 10 മണിയായി ഈ DJയുടെ സംഭവം തന്നെ തുടങ്ങുമ്പോഴെന്ന് തോന്നുന്നു. ആ സമയത്തൊക്കെ ആൾക്കാർ ചീത്ത വിളിയും മറ്റും കൂടുതൽ വയലൻ്റായി തുടങ്ങിയിരിക്കുന്നു.
ആ സമയത്തെങ്കിലും ഇവർക്ക് നേരത്തെ പറയാമായിരുന്നു ഇവിടെ പരിപാടി നടക്കില്ല എന്ന്. ആ സമയത്ത് അവരുടെ DJ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അതിൽ കുറച്ച് അണിയറ പ്രവർത്തകർ വന്നിരിക്കുന്നു അവർ പറയുന്നുണ്ട്. പിന്നെയാണ് കഥ മാറുന്നത്. കാരണം പരിപാടി നടക്കില്ലാന്ന് സംഘാടകർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ വേടന് ഇവിടെ വന്ന് പറയാമായിരുന്നു, പക്ഷേ വേടൻ വരില്ല. കാരണം വേടന് മനസ്സിലായി ഇവിടെ നിന്നുള്ള വേടൻ്റെ മറ്റുള്ള സംഘാടകർ ഈ പരിപാടിയുടെ സംഘാടകരല്ല, വേടൻ്റെ സെക്യൂരിറ്റി ടീം പറഞ്ഞ് ഒരു കാരണവശാലും വരരുത്, വന്നു കഴിഞ്ഞാൽ പ്രശ്നം വേറെ രീതിക്ക് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ വേടൻ വരായിരുന്നത്, അല്ലാതെ ബ്ലോക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷേ ഇവിടുത്തെ സംഘാടകർ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചു പറഞ്ഞു, ഈ മരണകാരണമല്ല അവർ വിളിച്ചു പറഞ്ഞു, അവർ ബ്ലോക്കും കാര്യങ്ങളും ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ സംഘാടകർ അങ്ങനെ വിളിച്ചു പറഞ്ഞെന്ന് വെച്ചാൽ പരിപാടി നടക്കില്ല. അവർ ഒരു 6-7 മാസത്തെ അവരുടെ അവരുടെ കഷ്ടപ്പാടാണ് ഈ പരിപാടി. പക്ഷേ അത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവരും ആകെ വിഷമത്തിലായിപ്പോയി. അതുകൊണ്ട് തന്നെ അവരും ആകെ മാനസികമായിട്ട് അവരും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണും. അപ്പോൾ വേടനോട് ഇവിടെ വന്ന് പറയാൻ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാനായിട്ട് അവർ ക്ഷണിച്ചിരുന്നു. പക്ഷേ വേടൻ വന്നില്ല. വേടൻ്റെ സെക്യൂരിറ്റി ടീം പറഞ്ഞു കാണും വരണ്ടെന്ന്. അപ്പം മരണകാരണം മറച്ചു വെച്ചുകൊണ്ട് സംഘാടകർ വിളിച്ചു പറഞ്ഞതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. പക്ഷേ അവരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല സംഘാടകരെ. കാരണം അവരിത്രയും 6 മാസത്തോളം കഷ്ടപ്പെട്ടിട്ടും പരിപാടി ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞപ്പം അവർക്ക് മാനസികമായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആയിപ്പോയി എന്ന് വേണമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇവിടെ എത്താൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടായതിനാൽ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ക്യാൻസൽ ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായത് നമുക്ക് ഈ ഗ്രൗണ്ടിൽ കൊള്ളുന്നതിനേക്കാളും ഉപരിയാണ്. കൂടാതെ നമ്മുടെ വേടൻ വരുന്ന ഭാഗത്തുള്ള മുഴുവൻ റോഡുകളും ബ്ലോക്കാണ്. കാരണം വേടനോടുള്ള അത്രയും ആരാധകരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്കായത്. ഒരു കാരണവശാലും അതുകൊണ്ട് വേടൻ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാം ഇവിടെ ക്യാൻസൽ ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. നമുക്ക് പോലീസ് സമയം ഇതെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഏറ്റവും ബുദ്ധിമുട്ടായത് നമുക്ക് ഈ ഗ്രൗണ്ട് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റേജിലേക്ക് ചെളിവാരി എറിയുന്ന തുടങ്ങിയവരെല്ലാവരും ശ്രദ്ധിക്കുക. മുഴുവൻ ക്യാമറയുണ്ട്, പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. അനാവശ്യമായ പ്രവൃത്തികൾ ഏർപ്പെടാതിരിക്കുക എല്ലാവരും. സത്യത്തിൽ ഈ ചെളിവാരി എറിഞ്ഞത് തെറ്റ് തന്നെയാണ്. പക്ഷേ എന്ന് കരുതി ഈ പ്രേക്ഷകരാരും അറിഞ്ഞിട്ടില്ല. കാരണം അവർക്ക് ഇങ്ങനൊരു മരണം നടന്നാണ് ഈ സംഭവം പരിപാടി ക്യാൻസലായെന്നുള്ളത്. ലിജു എന്ന ടെക്നീഷ്യൻ മരിച്ചത് കാരണമാണ് ഇദ്ദേഹത്തിന് ഈ പരിപാടി ചെയ്യാൻ പറ്റില്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു വീഡിയോ സംഘാടകർക്ക് അയച്ചു കൊടുത്തിട്ട് ഈ വീഡിയോ ഒന്ന് സ്റ്റേജിൽ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എൻ്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട്. എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ജനത്തിരക്കും സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയമനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതിനും വലിയൊരു വേദിയിൽ, ഇതിനും സുരക്ഷാ സംവിധാനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും. നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട്. എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എൻ്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ വന്ന ഒരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.
പല സ്ഥലങ്ങളിലും വേടൻ്റെ പരിപാടി നടത്തുമ്പോൾ അതിൽ ക്യാഷ് വെച്ചിട്ട് പ്രവേശന ഫീസ് വെച്ചിട്ട് പരിപാടി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇവിടെയെന്ന് പറഞ്ഞാൽ 5 പൈസ ആരുടെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തതല്ലാതെ പിന്നെ 19 പേരേ ഉള്ളൂ, 55ഓളം ആൾക്കാർ അവിടെയുള്ള ചെറുപ്പക്കാർ ചേർന്ന് അവരെ കയ്യിലുള്ള പൈസ, അത് പൈസ ഉള്ളവരൊന്നുമല്ല, പലരും കൂലിവേലയ്ക്ക് പോകുന്നവർ പോലും ജോലി ചെയ്താണ് അവർ ആ പൈസ സംഘടിപ്പിച്ച് ഇങ്ങനൊരു പരിപാടി സൗജന്യമായിട്ട് പ്രേക്ഷകർക്ക് സൗജന്യമായിട്ട് കാണിച്ചു കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടൊരിക്കലും സംഘാടകരെ മാത്രം നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. എല്ലാവരും സമീപനം പാലിക്കണമായിരുന്നു. വേടൻ പറഞ്ഞതുപോലെ എല്ലാവരും സമീപനം പാലിക്കണമായിരുന്നു. ആ സമീപനം ആരും പാലിച്ചില്ല. അതുകൊണ്ട് പ്രശ്നങ്ങളാണ്. എന്തായാലും അവസാനം പ്രേക്ഷകർക്ക് അവിടെ കാണാൻ വന്ന ആൾക്കാരുടെ അവസ്ഥ ഇതാണ്. വേടനെ കാണാൻ വന്നു നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും കൂടെ അതേ മറ്റേ തോട്ടിന്റെ മക്കളെ കണ്ടത് ഈ തോടെന്റെ ലക്ഷ്യം കുളിച്ചിട്ട് പോയി അല്ലേ വയലും കൂട്ടിട്ട് തോട്ടിനെ കുളിച്ചിട്ട് പോകും. എന്താണ് ഈ പോലീസിനെ വിളിച്ച് നിങ്ങൾക്ക് അടിയൊക്കെ കിട്ടിയ തോട്ടിന്റെ മക്കളെ കണ്ടത് തോട്ടിന്റെ മക്കളെ കണ്ടത്